വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ കാറ്റൂസ് മാജിക് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല ഇടിയും മഴയും കാറ്റും ഒക്കെയാണ് കേട്ടോ. നല്ല നമുക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിയൊക്കെയാണ് കേട്ടോ. നല്ല മഴ ഇടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നെന്താണ് ഇന്നപ്പം നമ്മളുടെ ഇന്നത്തെ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് രാവിലെ തന്നെ നമ്മളുടെ ഇസക്കുട്ടി നമ്മളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇസമോനെ ഒരു ഹായ് കൊടുത്തേ. ഇസക്കുട്ട ഒരു ഹായ് കൊടുത്തേ. ഹായ്, അങ്ങോട്ട് നോക്ക്. ഇസയെ രാവിലെ തന്നെ ഹരിനാരായണനും ഉണ്ണിമോളും സ്നോബിലും ഒക്കെ ചേർന്നിരുന്ന് യോഗ പഠിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശയും ഉഴുന്നുവടയും സാമ്പാറുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഉഴുന്നുവടയ്ക്ക് വലിയ ഷേപ്പ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മാവ് അരച്ചപ്പോൾ നല്ല ലൂസായിപ്പോയി. അതുകൊണ്ട് ഞാൻ സ്പൂണും കൊണ്ട് ഒഴിച്ച് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ അതൊക്കെ മതിയല്ലോ, ഷേപ്പൊന്നും വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ണിമോൾ പറയുന്നുണ്ട്, അമ്മ നമുക്ക് ഹോട്ടലിലെ പോലെ ദോശയും പിന്നെ ഉഴുന്നുവടയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ടിരുന്നു. നമ്മൾ ഇസയെ ആ ചെയറിലിരുത്തിയപ്പോഴും അവൾക്ക് എത്തുന്നില്ല. അതിന് നമ്മൾ മുകളിൽ കയറ്റി ഇരുത്തി കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു വലിയ സന്തോഷമായിരുന്നു. ഇന്ന് ഇസയുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പോയപ്പോൾ കുഞ്ഞവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ ഇസയുടെ അച്ചമ്മ ഇവിടെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഹരിനാരായണൻ്റെ സ്കൂളിൽ അവന് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട് നമ്മൾക്ക് ഇന്നാണ് സമയം കിട്ടിയത് മേടിക്കാൻ. അങ്ങനെ ഞാനും ഹരിനാരായണനും ഉണ്ണിമോളും ഇസയെല്ലാം കൂടെ നമ്മൾ പിന്നെ പുസ്തകം മേടിക്കാൻ പോയി കേട്ടോ. ഇസയ്ക്ക് അവിടെ ചെന്നപ്പം ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ഓടിക്കളിക്കുകയും ചാടിക്കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഒക്കെ എവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യവും കൂടെ പറയട്ടെ കേട്ടോ, നാളെ ഞങ്ങളുടെ ഇസക്കുട്ടൻ അവിടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ എന്താണ്, അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. പെട്ടെന്ന് അവളിങ്ങനെ ഇത്രയും അടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ. പിന്നെ ഞങ്ങളെല്ലാം കൂടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ ഒരു ഐസ്ക്രീം പാർലറിൽ കയറി ചെറിയൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചു. നമ്മളവിടെ ചെന്നപ്പം നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഐസ്ക്രീമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് ഓണം പോലെ എന്നൊക്കെ കരുതി നമ്മൾ മേടിച്ച് കഴിച്ചു. പിന്നെ ഐസ്ക്രീമിൻ്റെ ആ പേപ്പറൊന്നും അവൾക്ക് പൊളിച്ച് കൊടുക്കണ്ട കേട്ടോ. അവളത് തന്നെ പൊളിച്ച് ഒക്കെ എടുക്കുന്നു. ആൾ നല്ല പിന്നെ ചുണക്കുട്ടിയാട്ടോ, നല്ല ചെറുചെറുക്ക് സാമർഥ്യമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കാര്യങ്ങളും എല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറേ മിഠായികളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അവിടെ മിഠായിയൊക്കെ തിന്ന് തീർത്ത് അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു മിഠായി ഇവിടെ ഇരിപ്പുണ്ടായിട്ട് അതൊക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ വൈകിട്ട് മഴയായപ്പോഴത്തേക്ക് ഇസ വന്ന് അച്ഛമ്മ വന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. പാലൊക്കെ മേടിച്ച് ചായയൊക്കെ ഇട്ട് നമ്മുടെ ഇവിടെ അടുത്ത് ചെറിയൊരു കാപ്പിക്കട ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ 2-3 മടക്കൊക്കെ മേടിച്ച് ചായ കുടിക്കാനായിട്ട് കേട്ടോ. മഴയൊക്കെ അല്ലേ, ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.